ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും. ഇന്നിപ്പോൾ കുറച്ച് നല്ല ഫ്രഷ് മത്തി കിട്ടി. അപ്പോൾ എന്തായാലും മത്തി ഫ്രൈയും കറിയും ചോറെല്ലാം ആക്കാമെന്ന് വിചാരിച്ച്. സാധാരണ പോലെ മുളകും മഞ്ഞളൊന്നും ഇട്ട് ഫ്രൈ ആക്കാണ്ട് ഒന്ന് മല്ലിയിലയും പച്ചമുളകും കുരുമുളക് പൊടിയും ഉപ്പെല്ലാം ഇട്ട് ഒരല്ലി വെളുത്തുള്ളിയിലിട്ട് നന്നായി അരച്ചെടുത്ത് പേസ്റ്റാക്കിയിട്ട് അത് പെരക്കിയിട്ട് ചെയ്യുന്ന ഫ്രൈ ആണ്. അങ്ങനെ അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതവിടെ വെച്ചതിന് ശേഷം കറിക്ക് വേണ്ടി നല്ല മത്തി മുളകിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ പോലെ തന്നെ. അത് പിന്നെ പാത്രം വെച്ചിട്ട് എങ്ങോട്ടോ തിരിഞ്ഞു പോയി. അപ്പോഴേക്ക് പുക കയറി. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം പിന്നെ കുറച്ചൊന്ന് ഉലുവി ഉള്ളിയിലിട്ടത്. ഞാനിപ്പോൾ ഇങ്ങനെ പാചകം ചെയ്ത് സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇറങ്ങിയിട്ട് കുറച്ചായെങ്കിലും സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല, കുറച്ചാണ്. എന്നാലും ഉള്ളവരുണ്ടല്ലോ, എൻ്റെ വീഡിയോ കാണുന്നവരില്ലേ, തീർച്ചയായിട്ടും അവരുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു ഫീലിലാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. കാണുന്നൊരു ഫീലിൽ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളെ എക്സ്പ്രഷൻ പോലും എൻ്റെ മൈൻഡിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനിയും ഒരുപാട് ആളെൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് ആളായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റട്ടെ. പിന്നെ എന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തക്കാളി പേസ്റ്റാക്കിയതെല്ലാം ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് മുളകും മല്ലിയും മഞ്ഞളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് തിളച്ചതിന് ശേഷം മീനിട്ട് നന്നായി വെന്ത് അതവിടെ അടച്ച് വെച്ച്. പിന്നെ കുറച്ച് മഷ്റൂം ഉണ്ടായിന്. മഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് സാധാരണ അത് എപ്പോഴത്തെ പോലെ വ്യത്യാസമായിട്ട് ഞാൻ ഇന്ന് ചെയ്തത്. മഷ്റൂം ഞാനിപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഒന്നിങ്ങനെ വാട്ടിയെടുക്കലാണ്. തേങ്ങ ഇടും, പക്ഷെ മുളക് പൊടി ഇടലുണ്ടായിന്. ഇന്നിപ്പോൾ ഞാൻ മഷ്റൂം ചെറുതായി അരിഞ്ഞിട്ട് കുറച്ച് നേരം ഉള്ളിയിട്ട് കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ആവശ്യത്തിലധികം എന്ന് പറഞ്ഞ പോലെ തേങ്ങയും ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ ചെയ്തെടുത്ത്. പിന്നെ ഫ്രൈ ചെയ്തത് ഞാനെന്ത് ചെയ്ത് ഉപയോഗിച്ചിട്ട് പിന്നെ മൂലക്ക് വെച്ചൊരു ഉപയോഗിക്കാണ്ടായിപ്പോയൊരു ഫ്രൈ പാൻ ഉണ്ടായിരുന്നു. അത്ര കേടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാനത് ഉപയോഗിച്ച് നോക്കട്ടെ എന്ന് വെച്ചിട്ട് എടുത്ത്. ഇതുപോലെ ഒട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. നല്ലോണം എണ്ണയെല്ലാം ആക്കിയിട്ടുണ്ടായിന്. എന്നാലും ഫ്രൈ ചെയ്ത മത്തിയെല്ലാം അതിനെ ഒട്ടിപ്പിടിച്ചു നന്നായിട്ട്. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ലഞ്ച് ഉഷാറായി. ചോറും മത്തിക്കറിയും നല്ല ഗ്രീനിൽ പൊരിച്ചെടുത്ത മത്തിയും പിന്നെ മഷ്റൂമും അച്ചാറും ഉണ്ടായിരുന്നു. എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.